ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് രാവിലെ നീട്ടപ്പം തൊട്ടിട്ട് മോന് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ യൂട്യൂബ് നോക്കി പല പല വീഡിയോസ് തപ്പി ഉള്ള കാർബോർഡ് മുഴുവൻ തെട്ടി നശിപ്പിച്ച് വീടാകെ വൃത്തികേടാക്കി. അവസാനം ഞാൻ അവനോട് പറഞ്ഞു, മോനെ എന്നിൽ നമുക്ക് കടയിൽ പോയിട്ട് മേടിച്ചിട്ട് കൊണ്ടുവരാം, അതേ എന്തായാലും നടക്കാൻ പോണുള്ളൂ. അവസാനം ഞങ്ങൾ കടയിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ തന്നെ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒരുപാട് വട്ടം അങ്ങോട്ടും തിരിച്ചു ഇങ്ങോട്ടും തിരിച്ചു ഇത് അവസാനം ഒരു വട്ടം മറിഞ്ഞൊക്കെ വീണ്. പിന്നെ ഇങ്ങനെയൊക്കെയോ അതിനൊരു ഐഡിയ കിട്ടി. ഇതിനൊരു നമ്മൾ എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മൾ അത് എങ്ങനെയൊക്കെയോ സെറ്റപ്പ് ചെയ്തെടുത്തു. അതിങ്ങനെ ആണി വെച്ചിട്ട് തറപ്പിക്കുന്നല്ല, ഒരു വയറ് വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ കെട്ടിയിട്ട് മുറുക്കി വെക്കുക കേട്ടോ. ഒരു കേബിളാണ്, ഒരു ഫൈബറിന്റെ ഒരു കേബിളായിരുന്നു. അത് വെച്ചിട്ടാട്ടോ ഇതിങ്ങനെ കെട്ടിയെടുക്കുക. എങ്ങനെയൊക്കെയോ പിന്നെ അത് ഞാൻ അങ്ങോട്ട് ശരിയാക്കി എടുത്തു. അവസാനം ഒരു കൂടിന്റെ രൂപമൊക്കെ വന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഞാനിങ്ങനെ പറയും, അവൻ അങ്ങനെ പറയും, എടാ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പം പറയില്ല അമ്മ, ഇത് ഇങ്ങനെയില്ല, അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വഴക്ക് പറയും. അവസാനം എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തിട്ട് ഒരു രൂപം വന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഇതിന്റെ കൂടെ ഒരു ഫുള്ള് മേഞ്ഞിട്ടുള്ള ഒരു പുല്ല് മേഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം കരുതിയത് ഇത് ഇതിന്റെ അകത്ത് വെക്കാനുള്ളതാന്നാട്ടോ വിചാരിച്ചത്. അപ്പൊ അവനോട് പറഞ്ഞു, ഇതിന് മേൽക്കൂര വേണ്ടേ അപ്പോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മേൽക്കൂര എന്തിനാടാ, ഇത് ഇങ്ങനെ വെച്ചാലല്ലേ എല്ലാരും കാണുള്ളൂ. അല്ല അമ്മ, അതിന് മേൽക്കൂര ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു. ഞാൻ അവനോട് ഒരുപാട് തർക്കിച്ചു. അവനോട് പറഞ്ഞു, ഇതിങ്ങനെ ഒന്നല്ലടാ, താഴത്ത് വെക്കാനുള്ളതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനായിട്ട് ഭയങ്കരമായിട്ട് തർക്കിച്ചു കേട്ടോ. തർക്കിച്ച സാധനം അവസാനം അവൻ തന്നെ ജയിച്ചു. ഇതുണ്ടല്ലോ, ഈ സാധനമാണ് ഞാൻ തർക്കിച്ചത്, ഇത് ഞാൻ അടിയിൽ വെക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഘോരഘോരമായി അവനോട് പ്രസംഗിക്കായിരുന്നു. അവൻ പറഞ്ഞു, ഇതെങ്ങനെ അടിയിൽ വെക്കുമ്മ, ഇതിങ്ങനെ അടിയിൽ വെച്ചാൽ ശരിയാവൂല, ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് മത്സരിക്കായിരുന്നു. അവസാനം അവൻ പറഞ്ഞു, ഇത് മേൽക്കൂരയാണ്. അപ്പൊ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ, അല്ല അമ്മ, അത് ശരിക്കും വെച്ച് നോക്കുക, 2 ഉണ്ട് പറഞ്ഞോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു. എന്റെ ബുദ്ധി ഇങ്ങനത്തെ ഒരു പൊട്ട ബുദ്ധി ആയിപ്പോയി, എന്ത് ചെയ്യാനാ. പിന്നെ അല്ലെങ്കിലും കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു എനിക്ക് മനസ്സിലായി ഗൈസ്. ഞാൻ വെറും പൊട്ടത്തിയായിരുന്നു. അവസാനം ആ പുൽക്കൂട് ഞങ്ങൾ മേഞ്ഞെടുത്തതാ. അതിലേക്ക് വേണ്ട ആൾക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട്. അതും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. സെറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ചെറിയ ആള് ഞങ്ങൾ ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഓരോ സാധനം കാണണ്ടായിരുന്നില്ല. ഒരു നേരം നോക്കിയപ്പോൾ 2 ആടുകളൊക്കെ എടുത്തിട്ട് അവൻ ഓടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ അവന് സോപ്പിട്ട് വിരിച്ച് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ക്രിസ്മസ് ട്രീ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതന്നെ നമ്മൾ ഒന്നുകൂടി സെറ്റ് ചെയ്തെടുത്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പുൽക്കൂട് മേക്കിംഗ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സാൻഡ് വരും എന്നൊക്കെ വിചാരിച്ച് എങ്ങനെ കുറെ നേരം ഇരുന്നു. ചില സമയത്ത് ഇവിടെ കരോളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് കുട്ടികൾ നമ്മളുടെ തേടി എത്തിയിട്ട് അവർ വന്നു. ഭയങ്കര പാട്ടും കൂട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ആഘോഷിച്ചോ, നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ പിള്ളേർ വന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഒക്കെ ചെറിയ ചെറിയ പൊടി പിള്ളേരായിരുന്നു കേട്ടോ. അവരൊന്ന് മിഠായി ഒക്കെ കൊടുത്തു. കാശിക്കും കവിനൊക്കെ അവർ മിഠായി ഒക്കെ കൊടുത്തു. അവരൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ കവി ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് കരോളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞങ്ങളെ വീട്ടിൽ ആദ്യമായിട്ടാട്ടോ പുൽക്കൂടൊക്കെ വെച്ചിട്ടുള്ളത്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ട്രീ ഒക്കെ ഉണ്ടാക്കാറുണ്ട്, ആദ്യമായിട്ടാണ് നമ്മൾ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്